ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് ശിവരാമേട്ടൻ പോവാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടെത്തിയ കാവേരി ശിവരാമേട്ടെന്ന് വിളിക്കുന്നത്. അവളുടെ വിളികെട്ട് ശിവരാമൻ നിൽക്കുമ്പോഴേക്കും കാവേരിയും നിവിനും അങ്ങോട്ട് ചെല്ലുകയാ. ശിവരാമേട്ട, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു എന്നവൾ പറയേ. എന്താ കുഞ്ഞെ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് ശിവരാമേട്ടനും. ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയണമായിരുന്നു എന്നവൾ ചോദിക്കേ. അല്ല, ഇപ്പോൾ ജയബാലൻ സാറ് വാങ്ങിയിരിക്കുന്നു എന്നോട് എന്ന് ശിവരാമേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതെനിക്കറിയാം ശിവരാമേട്ട, അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ശിവരാമേട്ടന്റെ മുന്നിൽ നിൽക്കുന്നത്. അന്നൊരിക്കൽ അച്ഛനുണ്ടായിരുന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഈ തോട്ടത്തിൽ വന്നിരുന്നു. അന്ന് ശിവരാമേട്ടനും ഉണ്ടായിരുന്നു ഇവിടെ, ഓർമ്മയുണ്ടോ എന്നവൾ ചോദിക്കേ. ശിവരാമൻ അക്കാര്യം ഓർത്തെടുക്കുകയാ. ഓർമ്മയുണ്ടെന്ന് അയാൾ പറയേ. അച്ഛൻ വാങ്ങിച്ച തോട്ടമാണെന്ന് അന്ന് ഇവിടെ വെച്ച് പറഞ്ഞപ്പോ ശിവരാമേട്ടനും കേട്ടോണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷന്റെ കാര്യം വരെ സംസാരിച്ചിരുന്നതാ. പിന്നെങ്ങനെ അതിപ്പോ ജയപാലൻ അങ്കിളിന്റെ തോട്ടമാവുന്നേ എന്നവൾ സംശയത്തോടെ ചോദിക്കേ. അതെനിക്ക് അറിയില്ല മോളെ എന്ന് ശിവരാമേട്ടൻ. സത്യം ഞാൻ കണ്ടെത്തിക്കോളാം. എന്റെ അച്ഛൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചോര ആവിയാക്കി ഉണ്ടാക്കിയതാ ആ കാശ്. അതിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ജയപാലിനെ പോലെ തന്നെ ശിവരാമേട്ടനും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അച്ഛനെന്നാ എന്റെ ഒരു അറിവ്. അച്ഛൻ നമ്മളെല്ലാം വിട്ടുപോയി. ഞങ്ങള് 4 പെൺകുട്ടികളാ ശിവരാമേട്ട. അതുകൊണ്ട് ശിവരാമേട്ടൻ അറിയാവുന്ന കാര്യം പറഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് കാവേരി പറയേ. മോൾക്ക് എന്താ അറിയേണ്ടത് എന്ന് ശിവരാമേട്ടനും ചോദിക്കുക. വാങ്ങിച്ചത് അച്ഛനോ ജയപാലനോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇതിനു മുമ്പ് ഈ ഭൂമി ആരുടെ കയ്യിലായിരുന്നു എന്നറിയോ ശിവരാമേട്ടനെ? അയാളെ പറ്റി എന്തെങ്കിലും ഒരു സൂചന തന്നാ മതിയെന്ന് കാവേരി പറയേ. അന്ന് തോട്ടത്തിൽ വെച്ച് ജയപാലൻ അരവിന്ദനോട് ആ തോട്ടത്തിന്റെ ഉടമയെ പറ്റി പറഞ്ഞ കാര്യം ശിവരാമൻ ഓർത്തെടുക്കുകയാ. തിരക്കിനിടയിൽ ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. തോട്ടത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചയാളെ ഹോസ്പിറ്റലില ചെറിയൊരു ആക്സിഡന്റ് എന്ന് ജയപാലൻ പറയുന്നത് കേട്ട് അരവിന്ദൻ തളർന്നു വീഴുന്നതും, എന്റെ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ വേണ്ടിയാടോ ഞാൻ ജീവിച്ചത്. 3 മക്കൾക്കും കല്യാണ പ്രായമായി. അവർക്ക് വേണ്ടിയൊക്കെ ചിലവാക്കാൻ ഇനി എന്റെ കയ്യിൽ ആയുസ്സും ജീവിതവും ഒന്നും ബാക്കിയില്ല എന്ന് ടെൻഷനോടെ അരവിന്ദൻ പറഞ്ഞതും ജയപാലൻ ആശ്വസിപ്പിച്ചതും ഓർക്കെ ശിവരാമനും കാവേരിയോടായി ഈ ഭൂമിയുടെ മുൻപുള്ള ഉടമസ്ഥനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വരുന്നു, കൂലി വാങ്ങി പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയേ. നിവിനും ചേട്ടാ, ഉടമസ്ഥനെ പറ്റി അറിയില്ലെങ്കിൽ വേണ്ട. ഈ ഭൂമിയെ പറ്റി മറ്റെന്തെങ്കിലും അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരു പരങ്ങളോടെ മറ്റെന്ത് വിവരം അറിയാൻ, ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ശിവരാമേട്ടൻ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. പണിക്ക് പോയടുത്ത് ഭാരതി തലകറങ്ങി വീണേ. ഇപ്പോ ആശുപത്രിയിലാ, അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു വിളിച്ചു. നിങ്ങളായതുകൊണ്ടാ ഞാൻ ഇത്രയും നേരം നിന്ന് സംസാരിച്ചത് എന്ന് ശിവരാമേട്ടൻ പറഞ്ഞു. നേരത്തെ നിവിൻ എന്തോ പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും കാവേരിയും ശിവരാമേട്ടൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവനെ തടഞ്ഞ് ശിവരാമേട്ടനോട് പോയിക്കോളാനായി പറയുക. അയാൾ പോയി കഴിയുമ്പോഴേക്കും ആരാ ഈ ഭാരതി എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ശിവരാമേട്ടന്റെ ഭാര്യ എന്ന് കാവേരി പറയേ. അയാൾക്ക് എല്ലാം അറിയാം കാവേരി, അയാളുടെ മുഖം അത് പറയുന്നുണ്ടെന്ന് നിവിനും. എനിക്കും അത് മനസ്സിലായി നിവിൻ എന്ന് കാവേരി പറയേ. പിന്നെന്തിനാ എളുപ്പത്തിൽ അത് വിട്ടുകളഞ്ഞത്? നമ്മുടെ ഒരു പിടിവള്ളി ആയിരുന്നില്ലേ എന്ന് നിവിനും ചോദിക്കുക. ജീവൻ പോയാലും അയാൾ ജയപാലന്റെ രഹസ്യങ്ങളൊന്നും വെളിയിൽ വിടാൻ പോകുന്നില്ല നിവിൻ. ഒരു കാവൽ പട്ടിയെ പോലെ വിശ്വസ്തനായാൾ. പിന്നെ ഞാനൊരു ശ്രമം നടത്തി നോക്കിയെന്നേ ഉള്ളൂ എന്ന് കാവേരി പറയുന്നു. പക്ഷേ ഈ സംഭവത്തിലെ സത്യം തെളിയണമെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയണം കാവേരി. ജയപാലൻ അങ്കിളിനോട് നേരെ ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതാണെന്നേ അയാൾ പറയൂ എന്ന് നിവിൻ പറയേ. നമുക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥരിലേക്ക് തന്നെയാ നിവിൻ എത്തേണ്ടത്. നമുക്ക് 2 വഴിക്ക് അന്വേഷിച്ചു പോവാം. നിവിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും എന്ന് കാവേരി പറയുന്നുണ്ട്. അവിടെ തയ്യൽ കടയിലിരുന്ന് തയ്ക്കുന്ന ഗംഗയെ പ്രണയത്തോടെ നോക്കി ഇരിപ്പാ വിനീതും. ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളു മോളെ, തയ്ച്ച് തളരണ്ടെന്ന് സലിമിക്കയും പറയുന്നുണ്ട്. അത് കേൾക്കെ വിനീതും, അത് സാരമില്ല സലിമിക്ക, എന്നെ പോലെ തന്നെ ഗംഗയ്ക്കും തയ്ക്കുന്നത് ഇഷ്ടമാ. ആ ഇഷ്ടമല്ലേ ഞങ്ങളെ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചത്. ദേ, ഗംഗ ഇവിടെ ഇരുന്ന് തയ്ച്ചോ, ഞാൻ പോയി ചായയും വടയും വാങ്ങിച്ചോണ്ട് വരാം. മുഹമ്മദിക്കയുടെ കടയിലെ നല്ല ചൂട് വട കിട്ടും എന്ന് പറഞ്ഞ് വിനീതും ഇക്ക ഫ്ലാസ്ക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഫ്ലാസ്ക് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. രണ്ടുപേരും ഇവിടെ ഇരുന്നു എന്ന് സലിമിക്ക പറയേ. വിനീതും സലിമിക്കയുടെ അടുത്തേക്ക് ചെന്ന്, ഇക്ക, ഞാൻ എന്റെ പെണ്ണിനെ എന്റെ കൈകൊണ്ട് ചായയും വടയും വാങ്ങി കൊടുത്തോട്ടെ ഇക്ക എന്ന് പതുക്കെ പറയുന്നുണ്ട്. ആയിക്കോ, അതിനുള്ള ലൈസൻസ് എടുത്തല്ലോ, ദാ ഇരിക്കുന്നു ഫ്ലാസ്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും വിനീത് ചെന്ന് ഫ്ലാസ്ക് എടുത്തുകൊണ്ടുവന്ന്, ഇക്ക കഴുകിയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് സലീമിക്ക പറയേ. ഗംഗ, ഞാനിപ്പോ വരാം, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രണയത്തോടെ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വിനീത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും സഫിയത്തെയും മക്കളും സുഖമായിരിക്കുന്നു ഇക്ക എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു മോളെ എന്ന് സലീമിക്ക പറയുമ്പോഴേക്കും ഗംഗ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വരാന്തയിലേക്ക് ചെന്ന് ചുമരിലുള്ള തന്റെ ഫോട്ടോയിലേക്ക് നോക്കി ടെൻഷനോടെ നിൽപ്പാ. അപ്പോഴാണ് സുജാത വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിച്ച് റോഡിലൂടെ അതുവഴി പോകുന്നത്. വിനീതിന്റെ തയ്യൽക്കടയുടെ മുന്നിലത്തെ അവിടെ നിൽക്കുന്ന ഗംഗയെ കാണാൻ
ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ സുജാതയും. വിനീതും ചായ വാങ്ങിച്ചിറങ്ങുമ്പോഴാണ് റോഡിൽ ഒരു ഓട്ടോ വന്നു നിർത്തുന്നത്. ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വെള്ള വസ്ത്രവും ധരിച്ച് കയ്യിൽ ബൈബിളുമായി ബേബിച്ചേട്ടൻ അവന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ബേബിച്ചേട്ടനെ അടിമുടിയൊന്ന് നോക്കി ബേബിച്ചേട്ടനല്ലേ എന്ന് അമ്പരപ്പോടെ വിനീത് ചോദിക്കുക. അതെ, ദൈവസഹായം ബേബി എന്ന് ബേബിച്ചേട്ടൻ പറയേ. നല്ല ആളാ, എനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞല്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ബേബിച്ചേട്ടനും പരുങ്ങലോടെ നിന്ന് അങ്ങനെ ഞാൻ എപ്പോഴാ പറഞ്ഞത് കുഞ്ഞെ എന്ന് ചോദിക്കേ. നമ്മളൊരുമിച്ച് കഴിച്ചില്ലേ എന്റെ കല്യാണ പിറ്റേന്ന് അന്ന് രാത്രി എന്ന് വിനീതും പറയുക. നമ്മളൊരുമിച്ച് എന്ത് കഴിച്ചെന്ന് ബേബി ചേട്ടനും അമ്പരപ്പോടെ ചോദിക്കേ. നമ്മളൊരുമിച്ച് കള്ളു കുടിച്ചില്ലേ അതിന്റെ കാര്യമാ പറഞ്ഞതെന്ന് വിനീതും. ആ കാര്യമൊന്നും എന്നെ ഇനി ഓർമ്മിപ്പിക്കരുത്. പാപത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ബേബി ഇന്നൊരു വലിയ മനുഷ്യനാണ്. മദ്യവും മയക്കുമരുന്നും ഒക്കെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പൈശാചിക ആയുധങ്ങളാണെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. നമ്മൾ ഒരുമിച്ച് പൈശാചികമായ പ്രലോഭനങ്ങളിൽ മുങ്ങിയ ആ രാത്രി എന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. മദ്യലഹരിയിൽ റോഡരികിൽ കിടന്നിരുന്ന എന്നെ ദൈവം തൊട്ടു വിളിച്ചു. മകനെ ബേബി, നീ ഇപ്പോൾ പോകുന്ന വഴി ശരിയല്ല എന്ന് ദൈവം പറഞ്ഞു. പിന്നെ ഏത് വഴി പോകണം ദൈവമേ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. മകനെ, നീ എന്നെ അനുഗമിക്കൂ എന്ന് ദൈവവും. പിന്നൊരു പ്രകാശനാളം എന്നെ നയിച്ചു. പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുന്നത് ആവില മലയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ. ഇന്ന് ഞാൻ മദ്യത്തെ വെറുക്കുന്നു, എന്റെ മോഹങ്ങളെ വെറുക്കുന്നു, കഴിഞ്ഞ ജീവിതത്തിൽ എന്നിലേക്ക് വന്നിട്ടുള്ള എല്ലാത്തിനെയും ഞാൻ വെറുക്കുന്നു എന്ന് ബേബിച്ചേട്ടൻ ഉച്ചത്തിൽ പറയേ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുപ്പിയെടുത്ത് വെച്ചാ കഴിക്കില്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ബേബിച്ചേട്ടനും ഒരു പതർച്ചയോടെ മത്തായി 26:41 എന്ന് നീ നിന്റെ മനസ്സിനോട് പറയേ. അതുകൾക്ക് എന്നുവെച്ചാ എന്ന് വിനീതും. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാം എന്ന് ബേബിച്ചേട്ടൻ പറയേ. നന്നായി ബേബിച്ചേട്ടാ, നിങ്ങൾ നന്നാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബം രക്ഷപ്പെടുമെന്ന് വിനീത് പറയേ. അതിനെനിക്ക് കുടുംബമൊന്നും ഇല്ലല്ലോ കുഞ്ഞെ എന്ന് ബേബിച്ചേട്ടനും. നിങ്ങളുടെ അല്ല, എന്റെ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഴയ റൂട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ അന്നത്തെ പോലെ ഏതെങ്കിലുമൊക്കെ ഏടാകൂടത്തില് എന്നെ കൊണ്ടുപോയി ചാടിച്ചേ. ഗംഗയുമായിട്ടുള്ള എന്റെ ബന്ധത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനവുമായി എന്നവൻ പറയേ. ഏത് ഇടാകൂടത്തിൽ പോയി ചാടിയെന്നാ എന്ന് ബേബിച്ചേട്ടനും ചോദിക്കുക. എന്ത് ഇടാകൂടമെന്നോ എന്ന് ചോദിച്ച വിനീത് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ബേബിച്ചേട്ടനോട് വിവരിക്കുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ ബേബിച്ചേട്ടനും അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്നല്ലേ. ഓരോന്നായിട്ട് കൊളായി കിടക്കുക. മുല്ലപ്പൂവും ഹൽവയും പോലും ഏറ്റില്ല. കൂട്ടത്തിൽ രാധമ്മയുടെ കുറച്ച് ഉമ്മയും കിട്ടി എന്നവൻ വിഷമത്തോടെ പറയേ. അതൊക്കെ എന്താ കഥ എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കുക. അതൊക്കെ പറയാൻ പോയാലേ വലിയ കഥയാ എന്ന് വിനീത് പറയേ. നീ ഒരു കാര്യം ചെയ്യ്, ഗംഗയെയും കൂട്ടി ആവില മലയിൽ ഒരു ധ്യാനം കൂട്. അവൾ ദൈവ വഴിയിലേക്ക് തിരിഞ്ഞോളുമെന്ന് ബേബിച്ചേട്ടൻ പറയേ. തൽക്കാലം ബേബിച്ചേട്ടന്റെ ഉപദേശം വേണ്ട. ഗംഗയെ അനുനയിപ്പിക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് വിനീത് പറയേ. എന്ത് വഴി എന്ന് ബേബിച്ചേട്ടൻ. ഗംഗയെയും കൂട്ടി ഞാനൊരു ട്രിപ്പ് പോകുന്നു. അതോടെ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരും. അതിനു വേണ്ടിയിട്ടേ ഗംഗ വന്നിട്ടുണ്ട് കടയില് എന്ന് വിനീത് സന്തോഷത്തോടെ പറയേ. എങ്ങോട്ടാ ട്രിപ്പ് എന്ന് ബേബിച്ചേട്ടനും ചോദിക്കും. കുറിഞ്ഞുമലയിലേക്ക് എന്നവൻ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കെ ബേബിച്ചേട്ടനും പൊട്ടിച്ചിരിക്കുകയാ. അത് കണ്ട് വിനീതും അമ്പരപ്പോടെ. അതെ, നിങ്ങൾ കാര്യം എന്തെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിക്കേ. എടാ മണ്ട എന്ന് ബേബിച്ചേട്ടൻ വിളിക്കേ. നിങ്ങൾ ധ്യാനം കൂടി നന്നായി എന്ന് പറഞ്ഞിട്ട് എന്ന് വിനീതും ചോദിക്കുന്നു. ഇപ്പൊ നിന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല എങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും എന്ന് ബേബിച്ചേട്ടൻ പറയേ. നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് വിനീതും. അതല്ല, ഈ മലമൂട്ടിൽ ജനിച്ചു വളർന്ന അവളെ എന്തിനാടാ ഈ കുറിഞ്ഞുമല കാണിക്കാൻ കൊണ്ടുപോകുന്നത്? അവള് കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോഴല്ലേ അവൾക്ക് നിന്നോട് പ്രണയം തോന്നുകയുള്ളൂ എന്ന് ബേബിച്ചേട്ടൻ പറയേ. കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദവും എന്നൊക്കെ പറയുമ്പോൾ എന്ന് വിനീതും ആലോചനയോടെ നിൽപ്പാ. ബേബിച്ചേട്ടൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്ത് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഗംഗയ്ക്ക് ഇതൊരു സർപ്രൈസ് ആവും. ഈ ട്രിപ്പോടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും എന്ന് ബേബിച്ചേട്ടൻ പറയേ. സന്തോഷത്തോടെ അതെ ബേബിച്ചേട്ടാ എന്ന് വിനീതും. ബേബിച്ചേട്ടനും മോഹൻലാലിനെ അനുകരിച്ച് തോളുചരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടുകയും മാതള നാരങ്ങ പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എന്റെ പ്രേമം തരും എന്ന് ബേബിച്ചേട്ടൻ പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ ചിരിയോടെ ഫ്ലാസ്കും പിടിച്ച് നിൽപ്പാ വിനീതും. വിനീതിന്റെ തയ്യൽക്കടയുടെ മുന്നിൽ ഗംഗ റോഡിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവളെ കണ്ട ദേഷ്യത്തോടെ സുജാത അങ്ങോട്ട് കയറി വരുന്നത്. തന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ഗംഗയുടെ അരികിലേക്ക് ചെന്ന് എന്താടാ സെലിമേ, ഇപ്പോ കടയിലേക്ക് ആക്കിയോ പ്രതിഷ്ഠ എന്ന് സുജാത ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സെലിമയ്ക്ക് അങ്ങോട്ട് വരുമ്പോഴേക്കും ദേ ഞാൻ ഇവളുടെ കാര്യമാ ചോദിച്ചത് എന്ന് സുജാത പറയേ. ചേച്ചി വാ അകത്തോട്ടിരിക്കാമെന്ന് സെലിമിക്ക വിളിക്കുക. എന്നെ നീ ഇരുത്താനൊന്നും നോക്കേണ്ടടാ, ഇരുത്തേണ്ടവരെ നീ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്ന് സുജാത ഉറക്കെ വിളിച്ചു പറയുന്നത് റോഡിലൂടെ പോകുന്ന നാട്ടുകാരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് സെലിമിക്കയും ചേച്ചി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, എന്തിനാ വെറുതെ എന്ന് ചോദിക്കുക. സുജാതയും ആളുകളെ എല്ലാം ഒന്ന് നോക്കി ആൾക്കാർ കേട്ടാൽ എന്താടാ, ആർക്കും ഒന്നും അറിയില്ലെന്നാണോ? ദേഹം മുഴുവനും മണ്ണെണ്ണയിൽ കുളിച്ച് തീപ്പെട്ടിക്കൊള്ളിയുമായിട്ടാ ഞാൻ എന്റെ മോന്റെ മുന്നിൽ നിന്നത്. പെറ്റുനോറ്റ് വളർത്തിയ ഞാൻ ചത്താലും വേണ്ടില്ലെന്ന് പറഞ്ഞിട്ടാ അവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്.
ആരും അറിഞ്ഞില്ലെന്നാണോ? അതിനുവേണ്ടി എന്ത് കൂടോത്രമാടി നീ എന്റെ കുഞ്ഞിന്റെ മേൽ പ്രയോഗിച്ചത് എന്ന് അമ്മായി വഴക്കു പറയുമ്പോഴേക്കും സങ്കടത്തോടെ ഗംഗയും കരയാൻ തുടങ്ങിയിരുന്നു. പാവം ചേച്ചി എന്ന് സലീമിക്ക പറയേ, അവനെ ആട്ടിയൊരു തുപ്പ് വെച്ചു കൊടുത്ത്, ഇവളുടെ ഈ മുഖം കണ്ടിട്ടാണോ നീ പാവമാണെന്ന് പറഞ്ഞത്? ഈ മുഖം വെച്ചാടാ അവള് പാവങ്ങളെ വീഴ്ത്തുന്നത്. അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കണ്ടവളാ ഇവള് എന്നമ്മായി പറയുമ്പോഴേക്കും ഗംഗയും പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. ഞാൻ പെറ്റു വളർത്തിയ മോനിപ്പോ നിന്റെ സാരി തുമ്പിൽ മിടുക്കിയാടി, നീ മിടുമിടുക്കിയ എന്നമ്മായി പറയെ സങ്കടത്തോടെ അമ്മായി എന്ന് വിളിക്കുന്നുണ്ട് ഗംഗ. ആരെയാടി നീ ഈ പൂങ്കണ്ണീര് കാട്ടുന്നത്? അതും കണ്ട് കണ്ണു തുടച്ചു നിന്ന് കാൽക്കൽ കിടക്കാനേ, എന്റെ പേര് വിനീത് എന്നല്ല. അവനെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയ ഞാൻ ഇപ്പോഴും അന്നത്തെ അന്നത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുക. നിനക്കാണെങ്കിൽ ഒരു ഫാനിന്റെ ചോട്ടിൽ കസേരയിട്ടങ്ങ് ഇരുന്നാ മതിയല്ലോ. എന്റെ മകൻ എല്ലാം കൊണ്ടുവന്ന് തരുമല്ലോ. എന്റെ ഈ പ്രായത്തിലുള്ള പ്രാരാബ്ദം ദൈവം കാണുന്നുണ്ടടി. നിനക്കതിനുള്ള ശിക്ഷ കിട്ടും എന്ന് സുജാത പറയെ സങ്കടത്തോടെ അമ്മായിന്ന് വിളിക്കുന്നുണ്ട് ഗംഗ. ഇപ്പൊ വന്ന് അവന്റെ കടയിലേക്കും പിടിമുറക്കി തുടങ്ങി അല്ലേടി? അവന്റെ വരുമാനത്തിൽ നിന്ന് നയാ പൈസ പെറ്റ തള്ളയ്ക്ക് കൊടുക്കുന്നുണ്ടോന്ന് സംശയം അല്ലേടി? അതിനു വേണ്ടിയല്ലേ നീ കണ്ണു ചിമ്മാതെ ഇവിടെ കസേരയിട്ടിരിക്കുന്നേ? നിന്റെയൊന്നും 10 പൈസ ഈ സുജാതയ്ക്ക് വേണ്ടടി. എന്റെ മകന് ഒരുപാട് ബാധ്യതയുള്ളതല്ലേ. 5-6 ആളുകളുള്ള ഒരു കുടുംബത്തിന്റെ വീട്ടു ചെലവ് നടത്താം. പെണ്ണുങ്ങളുടെ പൊട്ടിനും പത്രാസിനും ആർഭാടത്തിനുമുള്ളത് വേറെ. ആ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ പഠിപ്പിക്കണം. അതിലൊന്നിനെ പഠിപ്പിച്ച് കളക്ടറാക്കണം. 3 എണ്ണത്തിനെയും തന്നാലാവും വിധം സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കണം. മൂത്ത മരുമകനാണെന്ന് പറഞ്ഞ് ബാധ്യത മുഴുവൻ തോളത്തേൽപ്പിച്ച് വെച്ചിരിക്കുവല്ലേ. എന്റെ മോനൊരു മണ്ടൻ. അവന്റെ തലി കഴുത്തിൽ വീണപ്പോ ജയിച്ചു നീ കരുതിയിട്ടുണ്ടാവും ഇല്ലടി എന്ന് പറഞ്ഞ് സുജാത അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞ ചരടിൽ പിടിമുറുക്കുകയാ. ഗംഗയും പേടിയോടെ അമ്മായി എന്ന് വിളിച്ച് അമ്മായിയുടെ കയ്യിൽ പിടിച്ച് കരയുകയാ. റോഡിൽ കൂടി നിൽക്കുന്ന ആളുകളും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മായി വേണ്ട എന്നവൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാ. സുജാതയും പറയുന്നുണ്ട്, ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളടി എനിക്ക്. ആ മകനെയാ നീ തട്ടിയെടുത്തത്. അവന്റെ കല്യാണത്തെ പറ്റി എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ആ സ്വപ്നങ്ങളെല്ലാം കൂടിയാ ഇത്തിരി പോന്ന ഈ പൊന്നുകൊണ്ട് നീ ചവിട്ടി മെതിച്ചത് എന്നമ്മായി പറയേ. വേണ്ട അമ്മായി, പൊട്ടിക്കല്ലേ അമ്മായി, ഞാൻ കാല് പിടിക്കാം എന്നവൾ പറയേ. അമ്മായിയും ആ താലിയിലെ പിടിവിടുകയാ. തൽക്കാലം ഞാൻ വിട്ടേക്കാടി. നിന്റെയും നിന്റെ വീട്ടുകാരുടെയും ചതി തിരിച്ചറിഞ്ഞ് എന്റെ മകൻ എന്റെ വീട്ടുവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്ന ഒരു ദിവസം വരുമടി. അന്ന് ഞാൻ ഈ താലിയും ചോദിച്ച് നീ ഏത് വീട്ടിൽ താമസിക്കുന്നോ ആ പടിക്കൽ ഞാൻ വരും. മടി കൂടാതെ അഴിച്ചിങ്ങ് തന്നേക്കണം. ഇല്ലെങ്കിൽ ഇതിട്ടിരിക്കുന്ന കഴുത്ത് വെട്ടിയിട്ടായാലും ഞാൻ ഇത് ഊരിയെടുക്കും. ഗുണം പിടിക്കില്ലടി. എന്റെ മകന്റെ ഒപ്പം സന്തോഷവും സമാധാനവുമായിട്ട് നീ ഒരു നിമിഷം ജീവിക്കില്ലടി. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ചോരയും നീരും ഹോമിച്ച് ഒരു മകനെ പെറ്റു വളർത്തി വലുതാക്കിയ ഒരു പെറ്റമ്മയുടെ ശാപമടി. നശിച്ചു പോവുമെടി നീ, നശിച്ചു പോവും എന്നവളെ ശപിച്ചുകൊണ്ട് സുജാത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. തന്റെ താലിയും കയ്യിൽ മുറുകെ പിടിച്ച് ഗംഗയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. പിന്നീട് നിവിൻ രാജേശ്വരിയുടെ അരികിലേക്ക് ചെല്ലുകയാ. അമ്മ തിരക്കിലാണോ എന്ന് നിവിൻ ചോദിക്കേ. തിരക്കുണ്ട്, എന്നാലും നിനക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയവുമുണ്ട്. വാ നീ ഇരിക്കെന്ന് പറയുമ്പോഴേക്കും നിവിനും അങ്ങോട്ടിരിക്കുക. എന്താടാ വിശേഷിച്ച് എന്ന് രാജേശ്വരി ചോദിക്കേ. അമ്മേ, ഈ കുറിഞ്ഞിക്കാടുള്ള ഭൂമിയൊക്കെ ആരുടേതാണെന്ന് അറിയാമോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. മുൻപ് രാജഭരണകാലത്ത് ആ മല മുഴുവനും ഒരാൾക്ക് പതിച്ചു കൊടുത്തതാ. അയാൾ പിന്നീട് അത് പലർക്കുമായി വിറ്റെന്ന് പറയുന്നു. പക്ഷെ അതിനിടെ പല തിരിമറികളും വ്യാജരേഖ ചമയ്ക്കലും ഒക്കെ നടന്നു. നിന്റെ മുത്തശ്ശനും ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഭൂമി. കേസ് വന്നപ്പോ കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കി. എനിക്കതൊക്കെ ചെറിയ ഓർമ്മയേ ഉള്ളൂ. ഇപ്പോഴുള്ള ഭൂമിയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടാണ് കേൾവി. എന്നാലും ബിനാമികളും ഉണ്ട്. യഥാർത്ഥ ഉടമകളെ ബ്രോക്കർമാർക്കേ അറിയാവൂ. അതും വിൽക്കാൻ താല്പര്യമുള്ള ഭൂമിയുടെ ഉടമകളെ മാത്രം. നൂറ്റാണ്ടുകളോളം തിരിഞ്ഞു നോക്കാത്തവയും വിറ്റൊഴിവാക്കി പോകും. ഉടമകളുടെ ഐഡന്റിറ്റി മുഴുവനും മായച്ചു കളയുന്ന ഭൂമികളുമുണ്ട്. നിനക്കെന്താ കുറിഞ്ഞിക്കാട്ടെ ഭൂമിയെപ്പറ്റി അറിഞ്ഞിട്ടെന്ന് രാജേശ്വരി ചോദിക്കുകയാണ്. അല്ല, ജയപാലനങ്ങൾ വാങ്ങിച്ചിരുന്ന ഒരു സ്ഥലം എന്നെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. ആ ലാൻഡ്സ്കേപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുപോലുള്ള റിസോർട്ട് അടക്കം എന്തു തുടങ്ങാനും പറ്റിയ സ്ഥലം. കുറച്ചു കഴിഞ്ഞ് മറിച്ചു വിറ്റാലും മോശമില്ലാത്ത വില കിട്ടും എന്നവൻ പറയുന്നത് കേട്ട് നിനക്ക് ബിസിനസ് താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയല്ലേ എന്ന് രാജേശ്വരിയും ചോദിക്കുക. എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ അമ്മേ. പിന്നെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ ജയപാലനങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നവൻ പറയേ. എങ്കിൽ ജയപാലേട്ടനോട് തന്നെ പറയാം, കുറിഞ്ഞിക്കാട്ട് നിനക്ക് നല്ല 1-ാം തരം ഭൂമി തന്നെ വാങ്ങിത്തരാൻ എന്ന് രാജേശ്വരി പറയുന്നു. വേണ്ട, ഞാൻ അവിടെ ഒരു ഭൂമി വാങ്ങിക്കുന്നത് അങ്കിളിനൊരു സർപ്രൈസ് ആയിരിക്കണം. മരുമോൻ അത്ര തരക്കേടില്ലല്ലോ എന്ന് അങ്കിളിന് തോന്നണം എന്നവൻ പറയുന്നത് കേൾക്കെ. എന്തുപറ്റി, അങ്കിളിനെ ഇംപ്രസ് ചെയ്യണമെന്നൊക്കെ തോന്നാൻ എന്ന് രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്ന് നിവിൻ പറയേ. രാഗിണി ഈ മാസം വരുന്നുണ്ടെന്നാ ജയപാലേട്ടൻ പറഞ്ഞത് എന്ന് രാജേശ്വരി ഓർമ്മിപ്പിക്കേ. പഠിത്തം കഴിഞ്ഞ് അവളും ഒപ്പം നിൽക്കട്ടെ എന്നാ അങ്കിള് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം നിന്ന അങ്കിളിനത് ബലമാണത്രേ. എനിക്ക് പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കാനോ ഇഷ്ടമെന്ന് നിവിൻ പറയുന്നുണ്ട്. നീ സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാവും നിന്റെ അങ്കിളിനും താല്പര്യം. ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ അങ്കിൾ അറിയാതെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ നമ്പർ സംഘടിപ്പിച്ചു തരാം എന്നമ്മ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ താങ്ക്സ് പറയുക നിവിനും. ആ സമയത്താണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. കാവേരിയാണെന്ന് കണ്ട് അവൻ അതുമായി മുറ്റത്തേക്ക് ഇറങ്ങി.
ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അന്വേഷിച്ച ആളെ കിട്ടിയെന്ന് കാവേരി പറയുന്നുണ്ട്. ആര്? അങ്കിള് വാങ്ങിച്ച ഭൂമിയുടെ ഉടമയോ എന്ന് നിവിൻ ചോദിക്കും. അത് തന്നെ എന്ന് കാവേരിയും. അതെങ്ങനെ എന്ന് അമ്പരപ്പോടെ നിവിൻ ചോദിക്കും. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ആളുടെ വീട് ടൗണിലാ. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോവാൻ പറ്റുമോ എന്ന് കാവേരി ചോദിക്കേ. അതിനെന്താ കാവേരി, എപ്പോ പോയി എന്ന് ചോദിച്ചാൽ മതിയെന്ന് സന്തോഷത്തോടെ നിവിനും സമ്മതിക്കും. ശരി നിവിൻ, ബാക്കി നമുക്ക് യാത്രക്കിടെ സംസാരിക്കാം എന്നാ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് കാവേരി കോൾ കട്ട് ചെയ്യുക. കോൾ കഴിഞ്ഞ് നിവിനും സന്തോഷത്തോടെ രണ്ടുപേരും മാത്രമായൊരു ട്രിപ്പ്. അങ്ങനെ പതിയെ പിടിച്ചു കയറാം കാവേരിയുടെ മനസ്സിലേക്ക് എന്ന് സന്തോഷത്തോടെ ഓർത്തവൻ ആ മൊബൈലിൽ ഉമ്മ വെക്കുന്നത് കണ്ട് രാജേശ്വരിയും രാഗിണിയാണെന്ന് കരുതി. അങ്ങനെ രാഗിണി അവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചിരിയോടെ നോക്കിയിരിപ്പാ. അവിടെ ഗൗരി ശങ്കരത്തിൽ നരേന്റെ അച്ഛൻ രഘുനാഥ് ആരോടോ മൊബൈലിൽ സംസാരിക്കുക. അതെ, കുറിഞ്ഞിക്കാട്ടെ ഭൂമി എന്റെ പേരിൽ തന്നെയാ. അതൊരിടത്തല്ല, പലയിടത്തുണ്ട്. അതൊക്കെ എവിടെ എങ്ങനെയെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. ആദിവാസി ക്ഷേത്രത്തിനടുത്തുള്ള 5 ഏക്കറോ? അത് വിറ്റുപോയെന്നാ എനിക്ക് തോന്നുന്നത്. വാങ്ങിച്ചയാളോ? ആ ഡീറ്റെയിൽസ് ഒന്നും എന്റെ കയ്യിലില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ ശിവരാജനാ. അതെ, എന്റെ ഇളയ മകൾ ഗായത്രിയുടെ ഭർത്താവ്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ശിവരാജനെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് രഘുനാഥും കോൾ വെക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൾ ഗായത്രിയുടെ കോൾ വരുന്നത്. അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അച്ഛാ, മരുന്ന് കഴിക്കാനുള്ള സമയമായി എന്ന് ഗായത്രി ഓർമ്മിപ്പിക്കേ. എന്റെ അലാറം അടിച്ചല്ലോ എന്ന് അച്ഛനും. അവളും ചിരിയോടെ മൊബൈലിലെ അലാമിനെയൊന്നും എനിക്ക് വിശ്വാസമില്ല അച്ഛാ, മരുന്ന് കഴിക്കാൻ സമയമായി എന്ന് ഓർമ്മിപ്പിക്കല്ലേ ഉള്ളൂ. അത് മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തില്ലല്ലോ. അതാണ് ഈ ഗായത്രി അലാമിന്റെ പ്രത്യേകത എന്നവൾ പറയേ. സമ്മതിച്ചു. നിന്റെ അമ്മ എവിടെ? ഭഗവാന് സ്വൈര്യം കൊടുക്കാറായില്ലേ എന്നച്ഛൻ ചോദിക്കുന്നത് കേൾക്കെ ചിരിയോടെ ഇല്ലച്ചാ, എന്നും കാണുന്ന ആൾക്കാരാണെങ്കിലും ഇന്നും സംസാരിച്ചു തീർന്നിട്ടേ ഇല്ല. മൊത്തം അച്ഛനെ കുറിച്ചുള്ള കുറ്റങ്ങളാണെന്നാ തോന്നുന്നത് എന്നവൾ പറയേ. നടക്കട്ടെ, അങ്ങനെയെങ്കിലും ഈ രഘുനാഥ് ജീവിച്ചിരിക്കുന്ന കാര്യം പുള്ളിക്കാരാണെന്ന് ഓർമ്മിച്ചോട്ടെ എന്ന് അച്ഛനും പറയുന്നുണ്ട്. തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ വേഗം എത്തിക്കോളാം അച്ഛൻ. അച്ഛന് കഴിക്കാനുള്ള മരുന്ന് ഞാൻ ശിവേട്ടന്റെ കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെഞ്ചുവേദന വരുമ്പോ നാവിനടിയിൽ വെക്കാനുള്ള ടാബ്ലറ്റ് ഇല്ല, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. അതും വാങ്ങി ശിവേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിവേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് ഭദ്രമായി വെച്ചേക്കണേ എന്നവൾ പറയേ. എന്തിനാ മോളെ എല്ലാത്തിനും ശിവരാജനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അച്ഛനും ചോദിക്കുക. കുറച്ച് ബുദ്ധിമുട്ടട്ടെ അച്ഛാ, വെറുതെ അവിടെ ഇരിക്കല്ലേ. ഇത്രയെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ കൊളസ്ട്രോൾ വരും എന്നവൾ പറയുന്നത് കേൾക്കെ ഒരു ചിരിയോടെ അച്ഛനും കോൾ വെക്കുകയാണ്. അവിടെ ഹാളിലിരുന്ന് മദ്യം കഴിക്കുന്ന തിരക്കിലായിരുന്നു ശിവരാജനും. ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കുമ്പോഴേക്കും കോളിംഗ് ബെല്ല് കേട്ട് അമ്പലത്തിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നു എന്ന് പറഞ്ഞ് ആ മദ്യക്കുപ്പിയെല്ലാം എടുത്തു മാറ്റി അദ്ദേഹം ചെന്ന് ഡോർ തുറക്കുകയാണ്. തോട്ടത്തിലെ ജോലിക്കാരൻ ശിവരാമനായിരുന്നു അത്. ശിവരാമനെ അകത്തേക്ക് വിളിച്ച് സോഫയിലേക്ക് വന്നിരുന്ന് ഇരിക്കടോ എന്ന് പറയുന്നുണ്ട് ശിവരാജൻ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് ശിവരാമനും. അത് നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ച മദ്യക്കുപ്പിയെല്ലാം വീണ്ടും എടുത്തു വെക്കുകയാ ശിവരാജൻ. ശിവരാമൻ ആകെ ഒന്ന് പറഞ്ഞു നോക്കി. ഇവിടെ ആരും ഇല്ലേ സാർ എന്ന് ചോദിക്കുക. ശിവരാജനും മദ്യം കുടിച്ചുകൊണ്ട് അമ്മയും ഭാര്യയും അമ്പലത്തിൽ പോയി. പിന്നൊരു വേലക്കാരിയുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് കണ്ട അവൾ അങ്ങ് വീട്ടിൽ പോകും. പിന്നൊരു ഓൾഡ് പീസ് ഉണ്ട് മുകളില്. അതങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. മഹാരാജാവിനെ കാണാൻ നമ്മള് മേപ്പോട്ട് ചെല്ലണം. അല്ല, രജിസ്ട്രേഷനും കഴിഞ്ഞ് കമ്മീഷനും വാങ്ങിച്ച് നീ പോയതല്ലേ? പിന്നെന്താടോ പുതിയ വിശേഷമെന്ന് ശിവരാജൻ ചോദിക്കെ. ഒരു ചെറിയ വിശേഷമുണ്ട് സാർ. അക്കാര്യം പറയാനാ ജയബാലൻ സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ശിവരാമൻ പറയേ. എന്താ കാര്യമെന്ന് ശിവരാജൻ ചോദിക്കുന്നുണ്ട്. അവര് വന്നു സാറേ, ആ അരവിന്ദന്റെ മക്കൾ എന്ന് ശിവരാമൻ പറയേ. അരവിന്ദന്റെ മക്കൾ എവിടെ വന്നു എന്ന് ശിവരാജനും ചോദിക്കും. തോട്ടത്തിൽ അന്വേഷിച്ചു വന്നു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാ എനിക്ക് തോന്നുന്നത് എന്നയാൾ പറയുന്നത് കേൾക്കെ ശിവരാജനും ദേഷ്യത്തോടെ എഴുന്നേറ്റ്. ദേ, ഒരുമാതിരി മുണഞ്ഞ വർത്തമാനം പറയരുത് എന്ന് പറയുമ്പോഴേക്കും രഘുനാഥും മുകളിൽ വന്ന് ശ്രദ്ധിച്ചു നിൽപ്പാ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും വിവരമില്ലാത്ത ഒരു തള്ളയും 4 പെൺമക്കളും ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്ന് ശിവരാജൻ ദേഷ്യത്തോടെ ചോദിക്കെ. ഇവിടെ വന്ന് വിവരങ്ങളൊക്കെ പറയുമ്പോൾ സാർ ഇങ്ങനെ പറയുമെന്ന്. പക്ഷെ ഒടുവിൽ സാറിന്റെ കയ്യിലേക്ക് എത്ര പണമാണ് വന്നതെന്നും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു ജയബാലൻ സാറ് എന്ന് ശിവരാമൻ പറയുന്നത് കേൾക്കെ വീണ്ടും ഒരു പെഗൊഴിച്ചുകൊണ്ട് എന്നിട്ട് എവിടെയിടോ തന്റെ ജയബാലൻ സാറ് എന്ന് ശിവരാജൻ ചോദിക്കുന്നു. മനഃപൂർവ്വമാ ഇങ്ങോട്ട് വരാത്തത്. തോട്ടത്തിലെ പഴയ ഉടമസ്ഥൻ ആരാണെന്ന് ഇപ്പോഴും ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നല്ല ബുദ്ധിയുള്ള കൊച്ച കാവേരി. അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് മാന്തിയെടുക്കും. ജയപാലൻ സാർ ഇങ്ങോട്ട് വന്ന രണ്ടാളെയും എപ്പോ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി എന്ന് ശിവരാമൻ ഓർമ്മിപ്പിക്കെ. എടോ, ഞാൻ അതിനെ ഇത്രമാത്രം എന്ത് ക്രൈമാ ചെയ്തത് എന്ന് ശിവരാജനും ചോദിക്കുക. സാറേ, അരവിന്ദൻ സാറ് ഗൾഫിൽ കിടന്ന് ചോരനീരാക്കി ഉണ്ടാക്കിയ കാശ പല ഗഡുക്കളായി തോട്ടത്തിന് വേണ്ടി മുടക്കിയത്. മൊത്തം പണവും അരവിന്ദൻ സാറിന്റെ ആണെന്ന് സാറിനറിയാം. അതിനിടയിൽ ജയപാലൻ സാറ് ഒരു ഇടനിലക്കാരനായി നിന്നതേ ഉള്ളൂ.
അതും സാറിനറിയാം. പക്ഷേ ജയപാലൻ സാറ് കുറെ പണം സാറിന്റെ കയ്യിലേക്ക് വെച്ചു തന്നപ്പോ സാർ അതൊക്കെ മറന്നു. തോട്ടം ജയപാലൻ സാറിന് രജിസ്റ്റർ ചെയ്തു കൊടുത്തു. തോട്ടം കൈവിട്ടു പോയതറിഞ്ഞ് ആ സാധു മനുഷ്യൻ നെഞ്ചുപൊട്ടി മരിച്ചു. ഭാര്യയും 4 പെൺമക്കളും അനാഥരായി എന്ന് ശിവരാമൻ പറയുന്നത് കേൾക്കെ മരിച്ചെന്നോ എന്ന് അമ്പരപ്പോടെ ശിവരാജനും. സാർ അതൊന്നും അറിഞ്ഞു കാണില്ല. പണം വാങ്ങി പോക്കറ്റിലിട്ടതോടെ സാറിന്റെ ഇടപാട് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് ശിവരാമൻ. എല്ലാം കേട്ടുകൊണ്ട് മുകളിൽ തന്നെ നിൽപ്പാ രഘുനാഥും. ഇതെല്ലാം കഴിഞ്ഞ് ആ കുടുംബം ഒന്ന് കരകയറി വരുന്നതേയുള്ളൂ. മക്കളുടെ പഠിപ്പടക്കമുള്ള കാര്യങ്ങള് ഇപ്പോഴും അവർക്കൊരു ചോദ്യചിഹ്നമാണ് എന്ന് ശിവരാമൻ പറയുന്നത് കേൾക്കെ മതി നിർത്ത്, ഇതിനൊന്നും ഞാനല്ല ഉത്തരവാദി, അതവരുടെ വിധിയെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശിവരാജൻ. വിധിയായിരിക്കും സാറേ, പക്ഷേ നിങ്ങൾ രണ്ടാളും ചെയ്തത് നിയമത്തിൽ വലിയ കുറ്റം തന്നെയാണ് എന്ന് ശിവരാമൻ ഓർമ്മിപ്പിക്കെ. എടോ അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നേ എന്ന് ശിവരാജനും ചോദിക്കുക. നിലവിലൊരു വഴിയേയുള്ളൂ. ജയപാലൻ സാറ് തന്നെയാ ഭൂമിക്കുള്ള മുഴുവൻ പണവും മുടക്കിയതെന്ന് സാറ് പറയണം എന്ന് ശിവരാമൻ പറയെ. അതിപ്പോ തല പോയാലും ഞാൻ അല്ലാന്ന് പറയൂടോ, എന്റെ കഴുത്തിന് ഞാൻ തന്നെ കത്തിവെക്കുന്ന പോലല്ലേ എന്ന് ശിവരാജൻ ചോദിക്കുന്നു. അക്കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാ ജയപാലൻ സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ശിവരാമൻ പറയേ. ആ താൻ അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ശിവരാമൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നേരം എന്തിനാ സാറെന്ന് ശിവരാമൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഇയാൾക്കും ഇനിയിപ്പോ ഒരു മാസപ്പടി കണക്കി നോക്കി വെക്കണ്ടേ, എല്ലാത്തിനും ദൃക്സാക്ഷി താൻ ഒരാളല്ലയോ എന്ന് ശിവരാജൻ പറയേ. വേണ്ട സാറേ, ആ പണം എനിക്ക് വേണ്ട. അന്യന്റെ ചോരയെന്നുള്ള പണം ഉതകത്തില്ല സാറേ. നേരത്തെ കൂലിക്ക് വെട്ടാനും കുത്താനും നടന്നിട്ടുള്ള ആളാ ശിവരാമൻ. ഇഷ്ടം പോലെ പണം. പക്ഷേ 5 വയസ്സുള്ള എന്റെ മകൻ ചെറിയൊരു പനി വന്നങ്ങ് പോയി. സമ്പാദിച്ച കാശൊന്നും ഉതകിയില്ല. അതിനുശേഷവും ശിവരാമൻ വെട്ടയും കുത്തയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മണ്ണിലാണെന്ന് മാത്രം. ശരീരം വിയർത്തു മാത്രമേ ഇപ്പൊ കഴിക്കുന്നുള്ളൂ. പണത്തിന്റെ കുറവുണ്ട്, പക്ഷേ സമാധാനം അതുമുണ്ട് എന്ന് ശിവരാമൻ കണ്ണു നിറഞ്ഞു പറയേ. എടോ ഈ കുറ്റബോധം കയറി മൂത്ത് താൻ ഞങ്ങളെങ്ങും ഒറ്റോടോ എന്ന് ശിവരാജനും സംശയത്തോടെ ചോദിക്കുക. വിശ്വസിച്ചവരെ ഒറ്റുന്നതിനു പകരം ശിവരാമൻ സ്വയം കുത്തിച്ചാവുന്നതാ എന്ന് ശിവരാമൻ പറയുന്നത് കേൾക്കെ. എന്നാ താൻ പോയിക്കോ എന്ന് ശിവരാജനും പറയുന്നുണ്ട്. അത് കേൾക്കെ ശിവരാമനും നടന്നു നീങ്ങുമ്പോഴേക്കും ശിവരാജൻ വീണ്ടും വിളിക്കുക. ശിവരാമ ഒരു നിമിഷം എന്ന് പറഞ്ഞ് ശിവരാജൻ എഴുന്നേറ്റ് ചെന്ന് ആ ഭൂമിയുടെ ഉടമസ്ഥനെ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞ് എന്ന് ചോദിക്കെ. കാവേരി എന്ന് ശിവരാമൻ പറയുന്നുണ്ട്. ഫോട്ടോയടക്കം അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയക്കണം. ഇപ്പൊ ചിലപ്പോ അവളുടെ കണ്ണു വെട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. എപ്പോഴെങ്കിലും വീണ്ടും അവൾ അത് അന്വേഷിച്ചു വരുമോന്നാ. ജീവിതകാലം മുഴുവൻ ഒരു ഭീഷണിയായി തന്നെ അത് നിലനിൽക്കും. ആ ഭീഷണി ഇല്ലാതാവണമെങ്കിൽ അവളും ഇല്ലാതാകണം എന്ന് ശിവരാജൻ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ നിൽപ്പാ ശിവരാമനും. അതുകണേ ശിവരാജനും ഒരു ചിരിയോടെ. ഡോ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒരു ആക്സിഡന്റിലോ മറ്റോ അവളങ്ങ് പോയാലേ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ എപ്പോഴെങ്കിലും മനസ്സൊന്നു മാറി തനിക്കും എന്നെ ഒറ്റണമെന്ന് തോന്നിയ ഇതൊക്കെ തന്നെ മനസ്സിലുണ്ടാവണം എന്നോർമ്മിപ്പിച്ച് പോയിക്കോളാനായി പറയുക. ശിവരാമൻ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് രഘുനാഥും മുകളിൽ തന്നെ നോക്കി നിൽപ്പാം. അവിടെ തയ്യൽക്കടയിലിരുന്ന് അമ്മായി പറഞ്ഞ വാക്കുകൾ കേട്ട് സങ്കടത്തോടെ വിതുമ്പി കരയുകയാ ഗംഗ. അപ്പോഴാണ് കയ്യിൽ ഫ്ലാസ്കുമായി ഗംഗയെന്ന് വിളിച്ച് വിനീത് അങ്ങോട്ട് വരുന്നത്. അവളുടെ കരച്ചിൽ കണ്ട് പരിഭ്രമത്തോടെ എന്തു പറ്റി ഗംഗ എന്നവൻ ചോദിക്കെ അവൾ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയുകയാ. അത് കാണെ വിനീതും പരിഭ്രമത്തോടെ സലീമിക്കയുടെ അടുത്തേക്ക് ചെന്ന് എന്താ സലീമിക്ക എന്ന് ചോദിക്കെ. നീ ചായ വാങ്ങാൻ പോയ സമയത്ത് സുജാത ചേച്ചി കടയിൽ വന്നിരുന്നു എന്ന് സലീമിക്ക പറയേ. അമ്മയോ എന്നിട്ട് എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് വിനീത്. അവളെ സുജാത വഴക്കു പറഞ്ഞതും താലിയിൽ പിടിച്ച് പൊട്ടിക്കാൻ നോക്കിയതും അവളെ ശപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതുമെല്ലാം സലീമിക്ക പറയുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് വിനീതും സങ്കടത്തോടെ കരയുന്ന ഗംഗയുടെ അരികിലേക്ക് ചെന്ന് ഗംഗേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാപ്പ് പറയുന്നു എന്ന് പറയേ. വിനീതേട്ടൻ അങ്ങനെയൊന്നും പറയില്ല, ഇതൊന്നും സാരമില്ല. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അത്രയുള്ളൂ എന്ന് ഗംഗ പറയുന്നു. സലീമിക്കയും വിനീതിനോടായി വിനീതേ നീ ഗംഗയും കൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് പോണം. ഇത്തിരി മനസ്സമാധാനമാ ഈ കുട്ടിക്ക് ഇപ്പൊ ആവശ്യം എന്ന് പറയേ. അത് പറയാൻ മറന്നു, ഒരു സർപ്രൈസ് ഉണ്ട്. രണ്ടാളും എന്റെ കൂടെ താഴേക്ക് വാ, ഇക്ക കടയൊന്ന് പൂട്ടിക്കോ എന്ന് പറഞ്ഞവൻ ഗംഗയെയും വിളിച്ച് താഴേക്ക് പോവുകയും പുറകെ സലീമിക്കയും. അവിടെ അവരെയും വെയിറ്റ് ചെയ്ത് ഒരു കാറിൽ ചാരി നിൽപ്പാ ബേബി ചേട്ടനും. വിനീത് അങ്ങോട്ട് ചെന്ന് ബേബി ചേട്ടാ ഒന്ന് മാറി നിൽക്കോ, ഗംഗ വണ്ടി ഒന്ന് കാണട്ടെ എന്ന് പറയേ. ഓ ഞാനത് മറന്നു, ഗംഗയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം, കണ്ടോളൂ എന്ന് പറഞ്ഞ് ബേബി ചേട്ടൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാ. ആ കാറ് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ഗംഗയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയ്ക്ക് ഇഷ്ടമായ ആ കാർ വിനീത് വാങ്ങിക്കുന്നതും അതിൽ അവളും ഒന്നിച്ച് ട്രിപ്പ് പോകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.